ഇവിടെ പീരിയോഡിക് വിൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിന്റെ പെൻഡുലം ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഇങ്ങനെ 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 വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പൊ ഇതിനെയാണ് ഡെഫിനിഷൻ ഉണ്ട് പീരിയോഡിക് മൂവ്മെന്റ്. ഇറ്റ്സ് എന്താണ്, ഇറ്റ്സ് റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. കറക്റ്റ്, റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് എന്താ പറയാ വിൻഡ് ആണ്. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 30. ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് മറിക്കാൻ വയ്യ. 30. ഓക്കെ. അപ്പൊ പീരിയോഡിക് വിൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് പോകുന്നു വരുന്നു, പോകുന്നു വരുന്നു. ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഓസിലേറ്റിംഗ് ലൈക്ക് ദിസ്. ദസ് വിൻഡ് ആർ മൂവിങ് റിപ്പീറ്റഡ് at regular intervals of time. Can be seasonal and diurnal. അപ്പൊ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് വർഷത്തില് 2 തവണ വരും. ഓക്കെ. അപ്പൊ 2 തവണ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് മൺസൂൺ വിൻഡ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ. മൺസൂൺ 2 മൺസൂൺസ് ആണ് വരുന്നത്. ഒന്ന് സൗത്ത്, എവിടെ നിന്നാ വരുന്നത്? നമുക്കറിയാം ഇന്ത്യ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. സോ ഈ പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം സൗത്ത് ആണ്, ഇവിടെ വെസ്റ്റ് ആണ്, ഇവിടെ ഈസ്റ്റ് ആണ്, ഇവിടെ നോർത്ത് ആണ്, ഇവിടെ ഈസ്റ്റ് ആണ്. സോ ഇവിടെ നിന്ന് വരുന്ന പോലെ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ആള് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഈ പോയ ആള് കുറച്ച് കഴിയുമ്പോൾ നേരെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരുന്നത് ഇതാ ഇങ്ങനെയാണ്. So we feel it's coming from northeast. So it is northeast monsoon. Clear ആണോ? സ്ക്രീൻ ഷെയറിംഗ് ബ്ലാക്ക് ആണല്ലോ. സ്ക്രീൻ ഷെയറിംഗ് ബ്ലാക്ക് ആണോ? കാണാം സർ. കാണാം. It's possible. You just go out and come back. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. Don't worry. Yes. So that is northeast monsoon. ഇത് ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് മൺസൂൺസ് ആണ് ഉള്ളത്. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് അനദർ ഈസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പൊ അപ്പൊ ഈ 2 മൺസൂണും വരുന്ന രീതിയെ കുറിച്ച് കൃത്യമായി അറിയണം. നമ്മളുടെ രാജ്യത്തിലെ 2 മൺസൂൺസ് ആണ്. ഒന്ന് സൗത്ത് വെസ്റ്റ് എന്ന് വരുന്നു, പിന്നെ ഒന്ന് നോർത്ത് ഈസ്റ്റ് എന്ന് വരുന്നു. സൗത്ത് വെസ്റ്റ് എന്ന് വരുന്ന മൺസൂൺ ആണ് നമ്മൾക്ക് കേരളത്തിൽ ആദ്യം എത്തുന്നത്. കേരളത്തിന്റെ വെസ്റ്റേൺ ഗട്ട്സിലൂടെ പേമാരിയായി പെയ്തൊഴുകുന്നത് ഇവനാണ്. അപ്പോ ഇവനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പോ ഈ മൺസൂൺ എന്ന് പറഞ്ഞ വേർഡ് അറബ് വേർഡാണ്. ഓക്കെ. അത് വെറുതെ മൗസം എന്ന് പറഞ്ഞ വേർഡ് എന്നാണ്. ജസ്റ്റ് മനസ്സിലാക്കുക, ജസ്റ്റ് ഫോർ എ ജനറൽ നോളജ്. ഓക്കെ. മൺസൂൺ ഈസ് എ സീസണൽ റിവേഴ്സൽ ഓഫ് ദ വിൻഡ് ഇൻ ഇയർ. ഓക്കെ. ഇയാളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുക, മൺസൂണിനെ കുറിച്ച്. മേജർ ഫാക്ടർ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ മൺസൂൺ. മൺസൂൺ എന്താണ് കാരണമാക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ആണ്, പിന്നൊന്ന് കൊറിയോളിസ് ഫോഴ്സ് ആണ്, പിന്നൊന്ന് ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ആണ്. ഡിഫറൻസ് ഇൻ ഹീറ്റിംഗിന് കാരണം സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ആണ്. സൺ എവിടെയാണോ അവിടെ കൂടുതൽ ചൂടുണ്ടാവും. ഓക്കെ. അപ്പൊ കൊറിയോളിസ് ഫോഴ്സും കൂടി വരുമ്പോഴോ, കൊറിയോളിസ് ഫോഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഈ വിൻഡ് മൂവ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെ മാറുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന സാധനം എന്താണ് ഇങ്ങനെ ചെരിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയാണ് സൗത്ത്. ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇവിടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നതും നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരുന്നതും. ഓക്കെ. സോ ദിസ് ഇസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇങ്ങനെ 2 ടൈപ്പിനും അങ്ങനെ ഡയറക്ഷൻ തന്നെ നിർണ്ണയിക്കുന്നതിന് കൊറിയോളിസ് ഫോഴ്സ് ഹാവിങ് എ സെർട്ടൈൻ റോൾ. അറ്റ് ദ സെയിം ടൈം ഇത് മൂവ്മെന്റിന് കാരണം ഉണ്ടാക്കുന്ന 2 കാര്യങ്ങൾ വേറെ 2 വരുന്നത്. ഒന്ന് സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ആണ്. അപ്പാരന്റ് മൂവ്മെന്റ് കൊണ്ട് തന്നെ ഇതിന്റെ ഹീറ്റിംഗ്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് നടക്കും. സോ വി ക്യാൻ കണക്ട് ഇറ്റ്. സൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിന് ബേസിക് കാരണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷെ കൃത്യമായി മനസ്സിലാക്കുക, ചില സമയങ്ങളിൽ സണ്ണ് കറക്റ്റ്ലി നമ്മളുടെ രാജ്യത്തിന്റെ നേർക്ക് വന്ന് നിൽക്കും. അപ്പൊ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ. ഇവിടെ ഭയങ്കര ചൂടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ചൂടല്ല, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ സമയങ്ങളിൽ ശരിക്കും നല്ല മഴയും ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ലെഫ്റ്റ്
മിസ്സായി വന്നപ്പോ എനിക്ക് ലോകം മാത്രം കാണാനുള്ളൂ. ലോഗോ ഒരു മിനിറ്റ്. ലോകം മാത്രം കാണുന്നുള്ളൂ. ആ അങ്ങനെ. ഞാൻ ലോകം എന്നാ കേട്ടെ. ആ ഒരു മിനിറ്റ്. നീ എന്തൊക്കെ കേക്കും? ആഹാ, എന്റെ ചെവി പ്രശ്നം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കും. ചെവിയൊക്കെ പ്രശ്നമുള്ള ആളാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ചെവിയൊക്കെ ശരിയാക്കും ഇടയ്ക്കിടയ്ക്ക്, പിന്നെയും പ്രശ്നം വരും, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ റെഡി, ഇപ്പൊ ഇനി എപ്പോഴാ അടുത്ത ചെവി റെഡിയാക്കാൻ പോകുന്നത്? അറിയില്ല, ഇപ്പൊ കൂടി വരുന്നുണ്ട്. പിന്നെയും പോയി ക്ലീൻ അസുഖം. ചെയ്യണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പൊ ശരി, നമ്മളിവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതാണ്ടോ, ഇവനെ കുറിച്ചാണ് ഇപ്പൊ. കാണാം കേൾക്കാം എന്നൊക്കെ വിശ്വസിക്കുന്നു. സോ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. സൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതില് പ്രധാനമായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആ സണ്ണിന്റെ ഒരു മൂവ്മെന്റ് കാരണം എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഒരു ജൂൺ മാസമൊക്കെ ആവുന്ന സമയത്ത്, സണ്ണ് ഇക്വേറ്ററിന് വിട്ടിട്ട് കുറച്ച് മുകളിലെത്തിയിട്ടുണ്ടാവും. ഇവിടെ എത്തും സൺ. ഓക്കെ, അപ്പൊ ആ സമയത്ത് നല്ല മുകളിലാണ്. അതായത് നല്ല മുകളിൽ എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല, അതായത് ട്രോപ്പിക്കിലേക്ക് വരും. ഓക്കെ, ട്രോപ്പിക് സോണിലേക്ക് വരും. ട്രോപ്പിക് സോണിലേക്ക് വരുമ്പോൾ സൺ അവിടെ ആവുമ്പോൾ നമ്മുടെ ITCZ, അതായത് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, ഓക്കെ, അഥവാ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടത്തെ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ആ ബെൽറ്റ് ഇവിടെ കുറച്ച് മുകളിലേക്ക് പോകും. അപ്പൊ കാറ്റ് വരുന്നവൻ ഇക്വേറ്ററിലല്ല വന്ന് കൺവേർജ് ചെയ്യാം. പിന്നെ എവിടെ വന്ന് കൺവേർജ് ചെയ്യാം? കുറച്ചും കൂടി മുകളിലേക്ക് പോകും. ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾക്ക് മഴ കിട്ടുന്നത്. മനസ്സിലായോ? നേരത്തെ ഇക്വറ്റോറിയൽ സോണിൽ മാത്രം കാറ്റ് വീശിയ കാറ്റ് പിന്നീട് പതുക്കെ സണ്ണ് മുകളിലേക്ക് എത്തിയപ്പോ, മീൻസ് ഇക്വേറ്റർ ശരിക്കും സണ്ണ് എവിടെയാണോ അവിടെയാണ് ശരിക്കും വെർച്വലി മീൻസ് അഥവാ ഇവിടെ വരുന്ന ഇക്വേറ്റർ വരുന്നത്. മനസ്സിലായോ? സണ്ണ് എവിടെയാണോ അവിടേക്ക് എന്ത് സംഭവിക്കും? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ മാറും, അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ അങ്ങോട്ടേക്ക് പോകും. അപ്പോ ആ ഒരു ടൈമിൽ, ആ ഒരു ജൂൺ മാസം സമയമാവുന്ന സമയത്ത് സണ്ണിന്റെ പൊസിഷൻ ആ ഒരു പോർഷനിൽ, അപ്പൊ അവിടേക്ക് മെല്ലെ പതുക്കെ സണ്ണിന്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ, സണ്ണ് ജൂൺ ആ ടൈമിൽ അവിടെ ആയതുകൊണ്ട് സൺറൈസ് നേരെ വന്ന് പതിക്കുന്നത് സ്ട്രെയിറ്റ്ലി ഈ ഒരു സോണിലായിരിക്കും. ഞാൻ വരച്ചിട്ടുള്ളത് ഈ ഒരു സോണിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റൊക്കെ അങ്ങോട്ടേക്ക്. അപ്പൊ പതുക്കെ നമ്മൾക്ക് കടലിൽ നിന്ന് വരുന്ന കാറ്റിന്റെ ഗതിക്കനുസരിച്ച് മഴ കിട്ടിത്തുടങ്ങും. കുറച്ചു കാലം കഴിയുമ്പോൾ പതുക്കെ സണ്ണിന്റെ റെവല്യൂഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും ഏകദേശം സണ്ണ് ശരിക്കും താഴെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അതിനിടയിൽ ഈ ഒരു മൂവ്മെന്റ് സമയത്ത്, ജൂൺ കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ആ ഒരു ടൈമൊക്കെ എത്തുമ്പോൾ പതുക്കെ സണ്ണ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഫൈനലി സണ്ണ് വിന്റർ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സണ്ണിന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ഉണ്ടാവുന്ന സമയത്ത് സണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴെയായിട്ട് ഒരു മീൻസ് ഇവിടെ ട്രോപ്പിക്കൽ സോണിലേക്ക് മെല്ലെ സൺ എത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ സൺ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? കടലിലായിരിക്കും പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. എവിടെയാണോ സൺ അവിടെ ചൂട് കൂടുതലായിരിക്കും, അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും, പ്രഷർ കുറവായിരിക്കും. അപ്പൊ മെല്ലെ കരയുന്ന കാറ്റൊക്കെ അങ്ങോട്ടേക്ക് വീശിട്ടാണ് അങ്ങോട്ടേക്ക് വരും.
അതാണ് അവിടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ നിന്നുള്ള കാറ്റുകൾ അങ്ങോട്ട് വരുന്നത്. അപ്പൊ സൈക്ലിക്കലി ഇതൊരു പ്രോസസ് ആയിട്ട് ഇങ്ങനെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കും. കാരണം സണ്ണാണ്. സണ്ണ് എന്താ പറയാ, ജൂൺ മാസം ആ ടൈമിൽ മുകളിലേക്ക് പോകും. ഓക്കെ, അതേപോലെ തന്നെ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ സണ്ണ് താഴേക്ക് വന്നു തുടങ്ങും. അടുത്തൊരു 6 monthsനുള്ളിൽ സണ്ണ് കംപ്ലീറ്റ്ലി താഴെ എത്തും. അപ്പോഴേക്കും ഇവിടെ പതുക്കെ കാറ്റ് അവിടെ നിന്ന് കടലിലോട്ട് വീശാൻ തുടങ്ങും. കരയുന്ന അവിടെ പതുക്കെ വീശാൻ തുടങ്ങും. ഇങ്ങനെയാണ് മഴയുണ്ടാവുന്നത്. മനസ്സിലായോ? ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടോ? മനസ്സിലായോ? ഹലോ. യെസ് സർ. ഓക്കെ. അതായത് വീണ്ടും വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയാം, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയെ കുറിച്ച് പറയാം. എല്ലാ സമയത്തും സൺ ഒരിക്കലും കറക്റ്റ് ഇക്വേറ്ററിലാവണം എന്നില്ല. സണ്ണിന് താഴോട്ടും വരാം. ഇപ്പോ വിന്റർ ടൈം അഥവാ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോൾ എല്ലാ സൺ താഴോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്കും താഴെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഡിസംബർ ഒക്കെ ആവുമ്പോഴേക്കും കംപ്ലീറ്റ്ലി സൺ താഴ്ത്തായിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ വിന്റർ ആണ്, വിന്റർ ആവുന്നു. അപ്പൊ ഈ ഒരു ഷിഫ്റ്റിംഗ് ടൈമിൽ പതുക്കെ പതുക്കെ ലാൻഡ് കാറ്റ് എവിടെയാണോ ലോ പ്രഷർ, അപ്പോഴേക്കും താഴ്ഭാഗങ്ങളിൽ ലോ പ്രഷർ ആയിട്ടുണ്ടാവും. അപ്പൊ അവിടേക്ക് ഹൈ പ്രഷർ സോണിൽ നിന്ന് കാറ്റ് വീശി. അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് നമുക്കറിയാലോ, നോർത്ത് ഈസ്റ്റ് എന്ന് വരുന്ന മൺസൂൺ. ഓക്കെ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ വീശുന്നത് അങ്ങോട്ട് കടലിലോട്ട് അങ്ങ് വീശി തുടങ്ങും. അപ്പൊ അങ്ങനെ പതുക്കെ മഴ പെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പരിപാടി നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പൊ അവിടെ എങ്ങനെയൊക്കെയാണ് ലോ പ്രഷർ സോൺ ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോ ജൂൺ ആ ഒരു ടൈം ഒക്കെ ആവുന്ന സമയത്ത് സണ്ണ് മുകളിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടങ്ങളിൽ സൺ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പോർഷനിൽ സൺ എവിടെയാണോ അവിടെ ലോ പ്രഷർ ആയിരിക്കും. ലോ പ്രഷർ ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് കാറ്റ് വീശണം, അല്ലെ? എവിടെയാണോ ലോ പ്രഷർ അവിടേക്ക് കാറ്റ് വീശും. അതാണ് നടക്കുക. മനസ്സിലായോ? അപ്പൊ ട്രേഡ് വിൻഡ് ഒക്കെ ശരിക്കും, അതായത് കൺവേർജിങ് സോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പറയും. അതായത് ഇപ്പൊ ഇവിടെ തന്നെ വെച്ച് കൺവേർജ് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ തന്നെ വെച്ച് കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കും, ഈ കൺവേർജൻ സോൺ കുറച്ച് മുകളിലേക്ക്, അപ്പൊ അവിടങ്ങളിൽ വെച്ചിട്ടായിരിക്കും, ഇവിടെ വെച്ചിട്ടല്ല കൂട്ടിമുട്ടുക, അവിടെ നിന്നായിരിക്കും കൂട്ടിമുട്ടുക. പക്ഷെ കൂട്ടിമുട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും അറിയേണ്ട ഒരു കാര്യം, നമുക്ക് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സൗത്ത് ഈസ്റ്റ് നിന്ന് വീശുന്ന ട്രേഡ് വിൻഡ് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് തിരിയണം? നോർത്തിലേക്ക് എപ്പോഴും കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എങ്ങനെ തിരിയും? ഇപ്പൊ സണ്ണ് ഇവിടെയാണ്, അപ്പൊ ഇവിടെയാണ് ലോ പ്രഷർ ബെൽറ്റ്, അഥവാ ഇവിടെ ആയിരിക്കും പുതിയ ITCZ വരും, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. കാറ്റ് നോർത്ത് ഈസ്റ്റിന് വന്നു, പക്ഷെ ഇക്വേറ്റർ കടന്നു കഴിഞ്ഞാൽ കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്ട് എങ്ങനെയായിരിക്കും അറിയും? എങ്ങോട്ട് തിരിയും? ഒരു കാറ്റ് സൗത്ത് നിന്ന് വന്ന് സൗത്ത് കടന്ന് ഇക്വേറ്റർ കടന്നു, സൗത്ത് നിന്ന് വന്ന് ഇക്വേറ്റർ കടന്നു, നോർത്തേൺ പോർഷനില് ഇക്വേറ്ററിന് വരുന്ന കാറ്റ് എങ്ങോട്ടേക്ക് പോകണം? റൈറ്റിലേക്ക് പോണോ, സർ തിരിച്ചങ്ങോട്ട് പോവോ? ലെഫ്റ്റിലേക്ക് പോണോ? റൈറ്റിലേക്ക് പോണോ ലെഫ്റ്റിലേക്ക് പോണോ എന്ന് പറയൂ. റൈറ്റ് ആണോ? റൈറ്റ്, സംശയം വേണ്ട. ഇക്വേറ്ററിന് നോർത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പതുക്കെ റൈറ്റിലോട്ട് തിരിയാൻ വന്നു, റൈറ്റിലോട്ട് തിരിയാൻ.
വന്നു, റൈറ്റിലോട്ട് തിരിയുന്നു. ക്ലിയർ ആണോ? Yes, sir. Yes, sir. യെസ് സർ. അപ്പൊ കരയിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ നിന്ന് വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക? അപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് വരുന്നു. ഇതാണ് സൗത്ത് വെസ്റ്റ് എന്ന് വരുന്ന പോലെ നമുക്കുള്ള ഫീല് തരുന്ന, ശരിക്കും എന്താ പറയുക, ഇങ്ങനെ കറങ്ങി വരുന്ന ഈ ഒരു മൺസൂൺ. അവന്റെ പേരാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇൻ ഇന്ത്യ. ക്ലിയർ ആണോ? യെസ് Yes, സർ, sir. ക്ലിയർ ആണ്. ശരി, ഓക്കെ. ആദ്യം പറഞ്ഞ കാര്യം മനസ്സിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം സൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാറുണ്ട്. ആ ഒരു സണ്ണിന്റെ ഷിഫ്റ്റ് കൊണ്ടാണ് ഈ പ്രഷർ ബെൽറ്റും അതേപോലെ എന്താവും, എവിടെയാണോ സൺ ഇരിക്കുന്നത് അവിടേക്ക് പ്രഷർ ബെൽറ്റും ലോ പ്രഷർ ബെൽറ്റ് മാറും. ഈ ITCZ അങ്ങോട്ട് മാറും. ഇന്ത്യ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണും മെല്ലെ അങ്ങോട്ടേക്ക് മാറും. കൺവേർജൻസ് സോൺ അങ്ങോട്ടേക്ക് മാറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കൺവേർജ് ആവും. അതായത് കൺവേർജൻസ് സോൺ ഇതാണ്, ഇതിൽ പറഞ്ഞ പോലെ തന്നെ കൺവേർജൻസ് സോൺ ചില സമയങ്ങളിൽ കൺവേർജൻസ് സോൺ താഴേക്ക് വരും. ആ സമയങ്ങളിലാണ് മുകളിൽ വിന്റർ വരുന്നത്. അപ്പോഴാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ടാവുന്നത്. ഇനി ചില സമയങ്ങളിൽ കൺവേർജൻസ് സോൺ മുകളിലേക്ക് പോകും. ആ സമയങ്ങളിലാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുമ്പോഴാണ് മഴ ഉണ്ടാവുന്നത്. സൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴാണ് ITCZ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, മുകളിലേക്ക് പോകും. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് മൺസൂണിലേക്കാണ് കഥ നീങ്ങിയത്. നമ്മൾ പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കുറിച്ചാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, അതായത് ഇവിടെയാണ് ഇക്വേറ്റർ, നമ്മളുടെ ഇന്ത്യ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. തീർച്ചയായിട്ടും അതെ. മീൻസ് മുകളിൽ നിന്നും ഇക്വേറ്ററിന്റെ അടുത്തോട്ട് വരുന്ന ഓരോ സാധനങ്ങളും എവിടേക്ക് ടേൺ ചെയ്യും? മീൻസ് എവിടേക്ക് ടേൺ ചെയ്യണം? നോർത്തുനിന്ന് ഒരു സാധനം ഇക്വേറ്ററിന്റെ അടുത്തേക്ക് വരുമ്പോ എങ്ങോട്ട് ടേൺ ചെയ്യണം? റൈറ്റിലോട്ട് ടേൺ ചെയ്യും. അതുകൊണ്ടാണത് നോർത്തും ഈസ്റ്റിനും ഇടയിലൂടെ ടേൺ ചെയ്തത് കൊണ്ടാണ് അത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന പോലെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആണ്. Clear ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് മൺസൂൺ, മഴയെക്കുറിച്ച്, അതിന്റെ പേരിനെ കുറിച്ച്, അതിനെങ്ങനെ ആ പേര് വന്നു, അല്ലെങ്കിൽ അതിന് എന്താണ് കാരണം സിമ്പിൾ, കാരണം സണ്ണിന്റെ ഷിഫ്റ്റാണ്. സണ്ണ് ആദ്യ ഷിഫ്റ്റിൽ മുകളിലെത്തും. ആ ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് ITCZ അവിടെ എത്തും. അപ്പൊ അവിടങ്ങളിലോട്ടായിരിക്കും നമ്മളുടെ ട്രേഡ് വിൻഡിന്റെ മൂവ്മെന്റ്, മീൻസ് അഥവാ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ മൂവ്മെന്റ് നടക്കുന്നത്. അവിടെ നിന്ന് വീശുന്ന കാറ്റ് മീൻസ് അവിടങ്ങളിലോട്ട് എത്തും. അതായത് ഇവിടെ വന്ന് ജംഗ്ഷനിൽ തന്നെ വന്ന് കൂട്ടിമുട്ടണം എന്ന് ഒരു രീതിയിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. സൺ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൺ എവിടെയാണോ അവിടെ ആയിരിക്കും ലോ പ്രഷർ ബെൽറ്റ്. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, അപ്പൊ ഇത്ര യെസ് സർ. വൃത്തിയാക്കി പഠിക്കാം. ഈ ഒരു ഭാഗം വൃത്തിയാക്കി നോക്കാം. ഇനി നമ്മള് മൺസൂണിനെ കുറിച്ച് പറഞ്ഞ്, പീരിയോഡിക് വിൻഡിലെ ഒന്നാമത്തെ ആളാണ് മൺസൂൺ. ഇനി അതിന് കാരണങ്ങൾ പറഞ്ഞു, ITCZ കുറിച്ച് പറഞ്ഞു, കൊറിയോളിസ് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി വേറെന്താ, ഇനി ഇതിനകത്ത് യെസ്, അപ്പൊ ഏത് സമയങ്ങളിലാണെന്നുള്ളതിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ആസ് എ റിസൾട്ട് ഓഫ് ഫോർമേഷൻസ് ഓഫ് ഹൈ പ്രഷർ സോൺ ഓവർ ഏഷ്യൻ ലാൻഡ് മാസ് ആൻഡ് ലോ പ്രഷർ ഓവർ ഇന്ത്യൻ ഓഷ്യൻ ഡ്യൂറിങ് വിന്റർ ആവുമ്പോൾ പതുക്കെ ഇന്ത്യൻ ഓഷ്യൻ ഭാഗങ്ങളിൽ ലോ പ്രഷർ ഉണ്ടാവുകയും അതേപോലെ തന്നെ ഏഷ്യയുടെ കുറച്ച് മോൾ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഹൈ പ്രഷർ മീൻസ് അവിടെ നിന്ന് ഇവിടെ ഹൈ പ്രഷർ ഉണ്ടാവും.
അങ്ങനെ ഹൈ പ്രഷർ മുകളിലും താഴെ ലോ പ്രഷർ ആവുമ്പോൾ തീർച്ചയായിട്ടും ഹൈ പ്രഷർ സോണിൽ നിന്നും ലോ പ്രഷർ സോണിലേക്ക് കാറ്റ് വീശും. ഓക്കെ, കാറ്റ് വന്നു. ആരിനെ പോലെ? നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ പോലെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് പറയുന്നത്, അതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. കേൾക്കുന്നുണ്ടോ? കമ്പിളി പതപ്പാണോ ഇപ്പൊ? യെസ് സർ, കേൾക്കുന്നുണ്ട്. ആ, ശരി ശരി. ഇനി ലോക്കൽ വിൻഡിനെ കുറിച്ച് പറയാം. ലോക്കൽ വിൻഡ്, ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ലോകത്തിന്റെ ആദ്യം നമുക്ക് ഇന്റർനാഷണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ചെറിയ ഏരിയയിൽ കാണപ്പെടുന്നത്. അതെ, ഒരു ലോക്കൽ ആയിട്ടുള്ള ഏരിയയിൽ കാണപ്പെടുന്നത്, ചെറിയൊരു പഞ്ചായത്തിൽ കാണപ്പെടുന്ന സാധനമാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആ, ഓക്കെ. കാണപ്പെടുന്നത്. പഞ്ചായത്തിലും താലൂക്കിലും ഒന്നുമല്ല, ഒരു സ്റ്റേറ്റ്. ആ, പറയും. ലാപ്ടോപ്പിന്റെ ചാർജ് തീർന്നു കേട്ടോ. ഓ മൈ ഗാഡ്, എവിടെ വയറവിടെ എവിടെ? സാറെന്നും മറക്കും. സാറിനെന്നും ഓർമ്മിപ്പിക്കാൻ ഒരാളെന്തായാലും ഇവിടെ ഉണ്ടാവും. നന്നായി. പെട്ടെന്നാവട്ടെ 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 പെട്ടെന്നാവട്ടെ. ഡും 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 ഡും. ആ, ഇവിടെ ഉണ്ടായിരുന്ന ആ വയറ്. Cut life. ഇവിടെ വയറ് കൊണ്ട് 5 കളിയായിരുന്നു. സർ ഭയങ്കര ശ്രദ്ധയാണ്. ഓക്കെ, താങ്ക് യു ഫോർ എന്നും സാറിന്റെ ചാർജ് തീരുന്നത് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. അതെ. നമ്മുടെ ലാപ്പിന്റെ ചാർജ്, നമ്മുടെ ലാപ്പിന്റെ പണ്ടൊക്കെ ലാപ്ടോപ്പിന്റെ ഒക്കെ ചാർജ് എന്നൊക്കെ പറയുന്നത് എത്ര പറഞ്ഞാൽ അറൌണ്ട് ഒരു 65 വാട്ടും 75 വാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. 75 65 ഒക്കെ അത്രയൊക്കെ ഉള്ളൂ. 65 മാക്സിമം പോയാ. ഇപ്പോഴാണ് 100. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ഒക്കെ വാട്ട് എത്രയും നോക്കി വെക്കും. മീൻസ് ചാർജറിൽ ഇതില് ചാർജറിന്റെ വാട്ട്, ചാർജറിന്റെ ആണോ? ചാർജറിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ലാപ്ടോപ്പിന്റെ ചാർജറിന്റെ മുകളിൽ ഇത്ര വാട്ട് എന്നുള്ളത്. എന്റെ ലാപ്ടോപ്പിന്റെ ഈ സാധനത്തിന്റെ വാട്ട് എന്ന് പറയുന്നത് എത്ര അറിയോ? 150 160. 250 വാട്ട്. ആ വാട്ടല്ല, പിന്നെ വേറൊരു വാട്ട്. ഞങ്ങൾക്ക് 85 സർ. 85 അത്രയൊക്കെ വരത്തുള്ളൂ മാക്സിമം. ഇതിനകത്ത് 150 വാട്ടാണ്. അപ്പൊ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുന്ന സമയത്ത് ഇതിന്റെ ഈ പിന്നുണ്ട്, ഈ പിന്നിൽ ഇങ്ങനെ പോയിട്ട് തൊടുക. അപ്പൊ ഉറക്കവും പോവും. കഴിഞ്ഞ ദിവസം ഇല്ല ചെറിയ ഷോക്കല്ലേ 150 മീൻസ്, ഇത് ചെറിയ ഷോക്കാണ്. നമ്മളിങ്ങനെ നെട്ടും എന്നിട്ട് വേണ്ട സർ, താനേ എഴുന്നേറ്റോളാം. അതെ അല്ല, കഴിഞ്ഞ ദിവസം എന്താ പറയാ, നമ്മുടെ അടുത്ത ഒരു കുട്ടി ഇങ്ങനെ കേടാവുമ്പോഴല്ലേ അങ്ങനെ വരുന്നത്? മനസ്സിലായില്ല. അഡാപ്റ്റർ കേടാവുമ്പോഴല്ലേ അങ്ങനെ വരുന്നത്? അതെനിക്ക് അറിയത്തില്ല കേട്ടോ. അഡാപ്റ്ററിന് ആദ്യം കേടുണ്ടായിരുന്നു. അതെ, പക്ഷെ ആ തുടക്കത്തിൽ അഡാപ്റ്റർ കേടായിരുന്നു, അത് ചാർജർ കേടായിരുന്നു. പിന്നെ അത് തനിയെ ശരിയായി. 6 മാസം കഴിഞ്ഞപ്പോ ഷോക്ക് നിന്നു. അപ്പം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ഇങ്ങനെ എന്താ പറയാ, മൊത്തം 3-4 പേര് വർക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കുട്ടി വർക്ക് ചെയ്യാൻ വന്നപ്പം ആ കുട്ടി ഉച്ചയായപ്പം എന്താ പറയാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിന്റെ ചാർജർ ഒന്ന് വലിച്ചാൽ മതി. ആവട്ടോ, കുട്ടി ലാപ്ടോപ്പിന്റെ ചാർജർ അങ്ങ് വലിച്ചു. അപ്പൊ തന്നെ ഉറക്കം പോയി. അപ്പൊ ആ കുട്ടി എന്താ പറയാ അപ്പൊ ഈ കുട്ടി പറ്റിക്കപ്പെട്ടില്ല. എല്ലാവർക്കും ഇങ്ങനെ ഉറക്കം വരുമ്പോ അവര് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ ലാപ്ടോപ്പിന്റെ ചാർജർ വലിക്കും. വലിക്കാത്തവർക്ക് ഞാൻ എന്ത് ചെയ്യും, ആ ലാപ്ടോപ്പിന്റെ ചാർജർ അങ്ങ് ഊരിയിട്ട് അങ്ങ് വെച്ചു കൊടുക്കും. അപ്പൊ ഉറക്കവും പോവും, പണിയും നടക്കും. ഞാൻ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിന്റെ ഇടയിൽ ഇരുന്ന് ഉറങ്ങാറുണ്ട്. നിങ്ങൾ അറിയാറുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പൊ എങ്ങനെ സംസാരിക്കുന്നത്? അതൊരു തൂങ്ങി. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു ഇൻസിഡന്റ് പറയാം. കഴിഞ്ഞ ദിവസം ഹിരൺമയ മറ്റേ ആ പ്രീതി മിക്സിന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ നല്ല വിശപ്പിലും ഉറക്കത്തിലും ആയിരുന്നു. പിന്നെ പ്രീതി മിക്സിനെ കേട്ടപ്പോഴാണ്
പ്രീതി മിക്സി കോയമ്പത്തൂരാണ് ഈ മിക്സിയുടെ ഒക്കെ മോട്ടോഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, കോയമ്പത്തൂരാണ്. അപ്പം കോയമ്പത്തൂരാണ് ഭയങ്കര ഒരു ഇൻഡസ്ട്രിയൽ സോൺ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് പ്രീതി സോഡിയാക്. ഓക്കെ. അപ്പൊ എന്റെ ഉറക്കം പോയി, ഞാൻ കുറച്ചും കൂടി ആക്റ്റീവായി. സീരിയസ്ലി നമ്മള് കുറെ നേരം നോക്കിയിരിക്കുമ്പോ ഞാൻ അറിയാതെ തന്നെ എന്റെ കണ്ണ് സ്ട്രെയിൻഡ് ആവുമ്പോഴാണ് ഉറക്കം വരുന്നത്. അല്ലാണ്ട് നോർമലി എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നതുകൊണ്ടല്ല കേട്ടോ. ബട്ട് നിങ്ങൾ എനിക്ക് വരില്ല, കാരണം ഞാൻ രാവിലെ 2 തവണ ഉറങ്ങാറുണ്ട്. അത് എന്റെ ക്ലാസിക്കറി. ശരി ശരി. ഞാൻ വല്ലപ്പോഴാണ് എണീക്കാറുള്ളൂ, അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഉറക്കം വരാറില്ല. ഓക്കെ ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. ലോക്കൽ വിൻഡ്. ലോക്കൽ വിൻഡിനെ കുറിച്ച് പറയാം. ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞ സാധനം ലോക്കലി പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല കേട്ടോ. ലോക്കൽ ബോഡീസിൽ വീശുന്ന കാറ്റല്ല. ഇതൊരു സ്റ്റേറ്റ് മൊത്തം അല്ലെങ്കിൽ ഒരു എന്താ പറയാ സൗത്ത് സോൺ, അങ്ങനെ ചിലപ്പോൾ ചില രാജ്യങ്ങളിലൂടെ മൊത്തം വീശിപ്പോകും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ലോക്കൽ വിൻഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇതില് ഇന്ത്യയിൽ വീശുന്ന ചില ആളുകളുണ്ട്. ലൂ, മാംഗോ ഷവർ, കൽബൈശാഖി. ഓക്കെ, 3 ആളുകൾ ഇന്ത്യയിൽ വീശുന്നത്. വേറെ എക്സാമ്പിൾ ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇനിയുണ്ട്. മെയിൻലി. ഓക്കെ, ഇനി ചിനൂക്ക്. ഓക്കെ, അതേപോലെ ഹർമാറ്റൻ. ഓക്കെ, നിങ്ങൾ മാറ്റൻ ഓർത്ത് വെച്ചോട്ടോ. ഹർമാത്ത്. പിന്നെ എന്താ സാധനം? ഫോൺ ട്ടോ. ഫോൺ എന്ന് വായിക്കാൻ വേണമെങ്കിൽ ഫ്യോൺ എന്ന് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഓർത്ത് വെക്കണം. എങ്ങനെയാണ്? ഫ്യൂനോ. അത് ഏതോ രാജ്യത്തിന് ഇടുന്ന സ്ഥലമായി, അതുകൊണ്ട് ഐ തിങ്ക് മേ ബി ഫ്യോൺ ജോൺ എന്നൊക്കെ പറഞ്ഞ പോലെ. നിങ്ങൾ എന്താ വായിച്ച്? എന്താ ഹിരൺമയ പറഞ്ഞേ? ഓക്കെ, എന്തായാലും ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ. എന്തായാലും ഇത് ഓർത്ത് വെക്കണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് എവിടങ്ങളിലൊക്കെ വീശുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾക്ക് അത് ഓർത്ത് വെക്കേണ്ടത്. അപ്പോ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ചിനൂക്ക് എന്ന് പറഞ്ഞത് ചിനൂക്കിന്റെ ഒരു ചിത്രം കാണിച്ചു. ഞാൻ ഗൂഗിളിൽ പോയിട്ട് ചിനൂക്ക് ഒന്ന് സെർച്ച് ചെയ്തു. ഇത് 7th സ്റ്റാൻഡേർഡ് ബുക്കിൽ ഉണ്ടായിരുന്നു, നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിനൂക്ക് വിൻഡാണ്. ചിനൂക്ക് ഹെലികോപ്റ്ററും ഉണ്ട്. ഓക്കെ, ചിനൂക്ക് ഹെലികോപ്റ്റർ. ഇതൊക്കെ നിങ്ങൾ ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുണ്ടോ? എന്ത് പടം? ഉറിയിലുണ്ട്. URI സർജിക്കൽ സ്റ്റേ. ഇത് കണ്ടിട്ടുണ്ട് സർ. ഇത് US മെയ്ഡ് സാധനമാണ്. UK വേരിയന്റ് ആണ്. ബട്ട് US മിലിറ്ററിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ചിനൂക്ക് മേടിക്കുന്നത്. അതെ, ഇത് ഭയങ്കര വർക്ക്. ഇതിപ്പോ നമ്മള് എന്താ പറയാ, ഇത് തൂക്കിട്ട് പോകാൻ പറ്റി. മറ്റേത് ഇതാണ്ട, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ തൂക്കിട്ട് പോകാൻ വേണ്ടിട്ട്. മറ്റേ വലിയ 2 മിലിറ്ററിയുടെ ടാങ്കേഴ്സ് ഒക്കെ തൂക്കിട്ട് പോകാൻ പറ്റും. ഉണ്ടാവും. ഞാൻ കുറച്ചായിട്ട് അങ്ങനെയുള്ള പടങ്ങളൊന്നും കാണാനില്ല. അപ്പൊ ബട്ട് വേറെ ഹെലികോപ്റ്റർ എന്ത് വേണമെങ്കിൽ തൂക്കിട്ട് പോവാം, അങ്ങ് തൂക്കിട്ട് പോവും. ഓക്കെ, അതും ഹിൽ ഏരിയാസ് ഒക്കെ സിമ്പിൾ ആയിട്ട് കയറി പോകും. അപ്പൊ ഇത് US മെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ വീണ്ടും സെർച്ച് ചെയ്യാം. ചിനൂക്ക്. ഓക്കെ, അപ്പൊ ചിനൂക്ക് എന്ന് പറയുന്നത് വിൻഡും കൂടിയാണ്. ഓക്കെ, ചിനൂക്ക് എന്ന് പറയുന്നത് വിൻഡും കൂടിയാണ്. അതും US തന്നെയാണ് വീശുന്നത്, നോർത്ത് അമേരിക്കയിലാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, US സാധനമാണ്. കാനഡയിൽ ഇടയ്ക്ക് ചെറുതായിട്ട് പോവും, പക്ഷെ US അടുത്താണ്. US നോർത്ത് അമേരിക്കയിലാണ്. മീൻസ് നോർത്ത് അമേരിക്ക ബേസിക്കലി എന്താ പറയാ, കോണ്ടിനെന്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നോർത്ത് അമേരിക്കയിലാണ് വീശുന്നത് മെയിൻലി. ഓക്കെ, ചിനൂക്ക് വരുന്നത് അത്രമാത്രം ആലോചിച്ച് വെച്ചാൽ തന്നെ ധാരാളമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ, ഒരു ഹോട്ട് വിൻഡ് ആയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് അവിടെയുള്ള ആളുകൾക്ക്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് സമാധാനം?
സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ബ്ലോസ് ഡൗൺ ദ ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് റോക്കി മൗണ്ടൈൻ. ഓക്കെ, റോക്കി മൗണ്ടൈനിന്റെ ഈസ്റ്റേൺ സ്ലോപ്സിലൂടെയാണ് ഇത് വീശുന്നത് നോർത്ത് അമേരിക്കയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പൊതുവെ തണുപ്പാണ്, അവിടെ മഞ്ഞൊരുങ്ങും. മഞ്ഞിങ്ങനെ ഉരുകുമ്പോ. അപ്പൊ അതുകൊണ്ട് ഇതിനെ സ്നോ ഈറ്റർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സ്നോ ഈറ്റർ. ഓക്കെ, സ്നോ ഈറ്റർ എന്ന് വിളിക്കും. അപ്പം മീനിങ് ദാറ്റ് മീൻസ് ആ കാറ്റിന്റെ മീനിങ്. ബട്ട് ദ സെയിം ടൈം ഇത് ഹോട്ടും ആണ്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കൊരു സമാധാനം കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ ഈസ്റ്റേൺ സ്ലോപ്പില് റോക്കി മെൽറ്റ് ചെയ്യുന്നതിനും കാരണം ഇത് ഹോട്ട് ആയതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതില് വീറ്റിനൊക്കെ അവിടെ കാനഡയിലൊക്കെ വീറ്റ് കൾട്ടിവേഷനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നത് ഈ ഒരു എന്താ പറയാ ചിനൂക്കാണ്. ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ചൂട് കാറ്റായിരിക്കും. അപ്പൊ പൊതുവെ അത് നല്ലതാണ്. ഇനി ഫ്യോൺ. ഓക്കെ, ഫ്യോണിനെ കുറിച്ച് പറയാം. ഫ്യോണ് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൽപ്സിലാണ്. ആൽപ്സ് എവിടെയാ? ആൽപ്സ് മലനിരകൾ എവിടെയാണ്? അത് ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ട് വരും? ഇന്ത്യയിലല്ല കേട്ടോ, അത് യൂറോപ്പിലാണ്. ഓക്കെ, എവിടെയാണ്? യൂറോപ്പിലാണ്. ആൽപ്സ് വാസ് നോട്ട് മെയ്ഡ് ഇൻ എ ഡേ. അതായത് ആൽപ്സിന്റെ ഇടയിൽ ഒരു തുരങ്കമുണ്ട്, ഭയങ്കര അടിപൊളി വലിയ ലെങ്തി തുരങ്കമാണ്. അത് ഒരുപാട് നമ്മുടെ കുതിരാൻ തുരങ്കം പോലെ ഒരുപാട് സമയം എടുത്തുണ്ടാക്കിയ സാധനം. ഓക്കെ, അപ്പം ആൽപ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഡിസ്കവറി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൈസ്. അപ്പം അവിടങ്ങളിൽ വീശുന്ന കാറ്റാണ് ഫ്യോൺ. ഓക്കെ, അവിടെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ it heats up due to the pressure from this distance. It helps this reducing the severity of this cold. ഇതും അതേപോലെ തന്നെ. ഇതും എന്താണ്, ചൂടാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭയങ്കര തണുപ്പ് ഉള്ള സമയങ്ങളിലുള്ള സിറ്റുവേഷൻസിന് ഇതൊരു ചെറിയ ആശ്വാസമാണ്. ഓക്കെ, അത് അത്രമാത്രം. ഇനി ഹെർമാറ്റൻ ഈസ് എ ഡ്രൈ വിൻഡ്. ഓക്കെ, ഹെർമാറ്റൻ എന്ന് പറയുന്ന ആള് ഡ്രൈ ആണ്. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, അവൻ എവിടെയാണ്? അപ്പം ഡെസേർട്ടിലാണ്, സഹാറൻ ഡെസേർട്ടിലാണ്. വെസ്റ്റേൺ ആഫ്രിക്കയിലോട്ടാണ് വീശുന്നത്. അതായത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ സൈഡിൽ. ഓക്കെ, ആഫ്രിക്കയുടെ വെസ്റ്റേൺ സൈഡിൽ ഈ ഒരു യൂറോപ്പിന്റെ ഒക്കെ ഈ ഒരു ഭാഗമായിട്ട് ഇപ്പൊ ഇങ്ങനെ വരുന്നു. അപ്പം ആഫ്രിക്കയുടെ വെസ്റ്റേൺ സൈഡിലോട്ടാണ് ഇത് വീശുന്നത്. ഓക്കെ, അപ്പൊ അവിടങ്ങളില് മീൻസ് ഇത് എത്തുന്ന സമയത്ത് this wind is humid and sultry, means it's arrives this on the arrival of this wind, humid and sultry condition of Western Africa improve significantly. ഈ വിൻഡ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹ്യൂമിഡിറ്റിയും അതേപോലെ ഈ സൾട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിവിയർ ഹോട്ട് അങ്ങനെയുള്ള കണ്ടീഷനാണ്. അത് ഇംപ്രൂവ് ആവുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, വെസ്റ്റേൺ ആഫ്രിക്കയില് ഐ തിങ്ക് ഡ്രൈ വിൻഡ് ആണ്. ഓക്കെ, ഡ്രൈ വിൻഡ് ആകുന്ന സമയത്ത് പൊതുവെ വെസ്റ്റേൺ സൈഡില് സീ സൈഡ് ആണ്. ഓക്കെ, അപ്പൊ അവിടങ്ങളില് മിക്കവാറും കുറച്ചും കൂടി ഈ വിൻഡ് കൊണ്ട് അവർക്ക് ഗുണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇംപ്രൂവ് സിഗ്നിഫിക്കന്റ്ലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ട് അവർ ആ വിൻഡിനെ വിളിക്കുന്ന പേര് ഡോക്ടർ എന്നാണ്. Hence these people call this wind as the doctor. ഓക്കെ, വെസ്റ്റേൺ സൈഡ് കടലോരാണ്. അപ്പോൾ അവിടെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വിൻഡ് അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഡെസേർട്ടിൽ നിന്ന് വീശുന്നെങ്കിലും ഡ്രൈ വിൻഡ് ആണെങ്കിലും അവിടുത്തെ ഹ്യൂമിഡിറ്റിയും സൾട്ടറി കണ്ടീഷനെയും ഇംപ്രൂവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ
ഇതിനെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഹർമാട്ടനെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. മാത്തൻ അവിടുത്തെ ഡോക്ടറാണ്. ക്ലിയർ ആണോ? മാത്തൻ അവിടുത്തെ ഡോക്ടർ. ക്ലിയർ ആണോ? ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയിലോട്ട്. ഇന്ത്യയുടെ രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, രാജസ്ഥാൻ മരുഭൂമിയില് കേട്ടില്ല? കേട്ടിട്ടുണ്ട്. എല്ലാം കേട്ടിട്ടുണ്ട്. മരുഭൂമി, രാജസ്ഥാൻ മരുഭൂമി. മണൽ കയറ്റി കേട്ടില്ല. ക്ലാസ് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മരുഭൂമിയിലൂടെ പതുക്കെ കാറ്റിങ്ങനെ വരികയാണ്. ഈ കാറ്റ് ചൂട് കാറ്റ്. അപ്പൊ ഇനി അത് പറയണ്ടല്ലോ അല്ലെ, ചൂടായിരിക്കും സ്വാഭാവികം. ഓക്കെ, ബ്ലോയിങ് ഫ്രം ദിസ് രാജസ്ഥാൻ ഡെസേർട്ട് റൈസസ് ദ സമ്മർ ടെമ്പറേച്ചർ ഓഫ് ദ നോർത്ത്. ഓൾറെഡി നോർത്തിലൊക്കെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അതിനിടയിലൂടെയാണ് ഈ കാറ്റും കൂടി വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് വീശി അങ്ങ് പോവും. മാത്രമല്ല അവിടുത്തെ ചൂട് കൂട്ടും. ഓക്കെ, ഓൾറെഡി ഡ്രൈ ആണ്. ഉണ്ടായിരുന്ന മോയ്സ്ചറിനെ മൊത്തം ഈ ചൂടുകാറ്റ് വലിച്ചെടുത്തിട്ട് പോകും. ഓക്കെ, ദ വിൻഡ് ദാറ്റ് ബ്ലോസ് ഇൻ ദ സൗത്ത്. ഇനി അടുത്തത്. ഓക്കെ, അപ്പൊ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വരുന്നതാണ് ലോ. ഓക്കെ, ലോ. ക്ലിയർ ആണോ? ഇനി അടുത്തതായി വരാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു സംഭവം. സൗത്ത് ഇന്ത്യയിലൊക്കെ കുറെ മാങ്ങ തോട്ടങ്ങളുണ്ട്. നമ്മുടെ ഈ സോണിലൊക്കെ, ഈ റീജിയനിൽ തമിഴ്നാടിന്റെ സൈഡിലൊക്കെ ആയിട്ട് എവിടെയാണ് മീനാക്ഷിപുരം, പിന്നെ അതേപോലെ ബോർഡർ സൈഡിൽ, പിന്നെ പൊള്ളാച്ചി, പിന്നെ അതേപോലെ പിന്നെ എവിടെയാണ് മുതലമട, ഇങ്ങനൊരു സ്ഥലമുണ്ട്. അവിടങ്ങളിലൊക്കെ ഫുള്ള് മാങ്ങാത്തോട്ടം. അപ്പൊ ആ ഭാഗങ്ങളിലേക്കൊക്കെ കാറ്റ്, ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ മാങ്ങ വീഴാൻ തുടങ്ങും. ഓക്കെ, ആ ഭാഗങ്ങളിലേക്കൊക്കെ കാറ്റ് വന്നു കഴിഞ്ഞാൽ മാങ്ങ വീഴാൻ തുടങ്ങും. അപ്പൊ ഇത് അതുകൊണ്ടാണ് പഴുത്ത മാങ്ങനെ വീഴ്ത്തുന്ന കാറ്റായത് കൊണ്ടാണ് ഇതിനെ മാംഗോ ഷവർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? സൗത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇത് വീശുന്നുണ്ട്. ഓക്കെ, നോട്ട് ഇറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാംഗോ ഷവർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാക. ഇവരെയൊക്കെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ലോക്കൽ വിൻഡുകളാണ്. ലോക്കലായിട്ടുള്ള ആളുകളാണ്. ഓക്കെ ആണോ? നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്തിട്ട് വരാം. കണ്ടോ, പ്ലാനറ്ററി വിൻഡുകൾ, ലോക്കൽ വിൻഡുകൾ. ഇതെന്താ, മൺസൂണൊക്കെ എന്ത് വിൻഡായിരുന്നു? പീരിയോഡിക് ആയിരുന്നു അല്ലെ? പീരിയോഡിക് വിൻഡ്സ്. ക്ലിയർ ആണോ? ഇത് മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഇനി വേരിയബിൾ വിൻഡിനെ കുറിച്ച് മാത്രമാണ് ഇനി പഠിക്കുന്നത്. പ്ലാനറ്ററി വിൻഡ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? മൂന്ന് പേര് ആരൊക്കെയായിരുന്നു? നമ്മുടെ പ്ലാനറ്റിൽ മൊത്തം വീശുന്ന 3 പേര് ആരൊക്കെയാ? ആരാണ് ആ മഹാമാർ? കേൾക്കുന്നില്ല അല്ലെ പരിപാടി? കേൾക്കുന്നുണ്ടല്ലോ. ആരൊക്കെയാണ്? പിന്നെ പോളാർ ഈസ്റ്റർലീസ്. ഇതാണ് 3 പേര്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലോക്കൽ വിൻഡുകളായിട്ടുള്ളവരും കുറെ ഹർമാട്ടൻ. ഓക്കെ, മാത്തൻ എവിടെയാത്ത ആളാ? മാത്തനെ അറിയില്ല? എന്റെ പൊന്നു രാജസ്ഥാൻ. അപ്പൊ ലൂയോ? രണ്ട് മരുഭൂമി കൂടി കൺഫ്യൂഷൻ ആയില്ലേ? മാത്തൻ അവിടുത്തെ ഡോക്ടറാ. ആഫ്രിക്കയിലെ ഡോക്ടറാ. മനസ്സിലായോ? ഓക്കെ, ആഫ്രിക്കയിലെ ഡോക്ടറാ.
നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർത്തു വെച്ചോ. മാത്തൻ ആഫ്രിക്കയിലെ ഡോക്ടറാണെന്ന് ഓർത്തു വെച്ചോ. ഓക്കെ. ഉം. ഇനി ലൂ രാജസ്ഥാനിലുള്ള രാജസ്ഥാൻ എന്റെ പേരിൽ ആറേജിൽ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു. 3 ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. 3 ലെറ്ററേ ഉള്ളൂ. 3 ലെറ്റർ. ഓക്കെ ലെട്രിയോ? ആ ഓക്കെ. ലൂ രാജസ്ഥാൻ. ഇതിൽ കൂടുതലൊന്നും ആലോചിച്ച് വെക്കരുത്. അങ്ങനെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ മറന്നു പോകും. ഓക്കെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ചിനുക്ക് പിന്നെ ഹെലികോപ്റ്റർ ഹോളിവുഡ് സിനിമ കണ്ടിട്ടുണ്ടാവും. ഹോളിവുഡ് സിനിമ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എവിടെയെന്ന് അറിയോ? ഹോളിവുഡ് അങ്ങ് വേറെ ഏതൊരു കാലിഫോർണിയ. ആ, ഹോളിവുഡ് എന്ന് പറഞ്ഞ സ്ഥലം കാലിഫോർണിയയിലാണ്. ഇംഗ്ലീഷ് ഫിലിംസ്. ഇംഗ്ലീഷ് ഫിലിം ജോണി സ്ട്രൈക്സ് അഗൈൻ. ജോണി ഇംഗ്ലീഷ്. പ്ലേസ് അല്ലേ? അല്ല, കാലിഫോർണിയയിലാണ്. LA കാലിഫോർണിയ. കാലിഫോർണിയ. ലോസ് ഏഞ്ചൽസിന് അവിടെ LA എന്നാ പറയാ. ഓ, LA. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞ, അവിടെ കണ്ടിട്ടുണ്ടല്ലോ. അത് ചിനൂക്ക് അവിടത്തെയാണെന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞത്. അതായത് ഹോളിവുഡ് പടങ്ങളിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ചിനൂക്ക് അമേരിക്കയിലാണെന്നുള്ളതും നോർത്ത് അമേരിക്കയിലാണെന്നുള്ളതും. ഇനി മൺസൂണും പിന്നെ അതേപോലെ തന്നെ പിരോഡിക് വിൻഡുകൾ ഏതായിരുന്നു? ഇങ്ങനെ സീയും ലാൻഡ് ബ്രീസ്. ഓക്കെ, സീ ബ്രീസും ലാൻഡ് ബ്രീസും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇതിനെ ടേബിൾ ആക്കി ഓർത്തു വെക്കാനും ഇത് എവിടങ്ങളിൽ നിന്ന് വീശുന്നു, എന്തുകൊണ്ട് വീശുന്നു, അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷൻ ഈസ് സൈക്ലോൺ. എഴുതിയത് എടുത്താ? എന്ത് സ്ക്രീൻഷോട്ട് എടുത്തോന്ന്? എടുത്തു. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം, മനസ്സിലായോ? എടുത്തിട്ട് പൊക്കോണം വേഗം, അടുത്തേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് ശരി. അതെ മറ്റേ ചായയാണോ കാപ്പിയാണോ എന്ത് കുടിക്കുന്നത്? ഞാനോ? ഞാൻ രണ്ടും കുടിക്കും. എന്താന്നാലും കുടിക്കും. ഏതാ കൂടുതൽ ഇഷ്ടം? എന്തോ കമന്റ് എനിക്ക് വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇതൊന്നും തീരട്ടെ. ദുരന്തം പറയാൻ പോലും ഞാൻ. എനിക്കിപ്പോ ചായയും കാപ്പിയൊന്നും വേണ്ട. ഓക്കെ, സൈക്ലോൺസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ദുരന്തമാണ് നമ്മുടെ നാടുകളിലെ സൈക്ലോൺസ് അറിയാം. അപ്പൊ നമുക്ക് ദുരന്തം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, സെയിം വേരിയബിൾ വിൻഡ് ആണെന്ന എക്സാമ്പിൾ ആണ് സൈക്ലോൺസ്. വേരിയബിൾ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് വേരിയബിൾ വിൻഡ്സ് ആർ വിൻഡ്സ് വിച്ച് entirely different characteristics formed during certain atmospheric condition അനുസരിച്ച്. സൈക്ലോൺസ് ആർ ആന്റി സൈക്ലോൺസ് ആർ വേരിയബിൾ വിൻഡ്സ്. അപ്പൊ സൈക്ലോൺസും ആന്റി സൈക്ലോൺസിനെ കുറിച്ച്. അപ്പൊ ആദ്യം സൈക്ലോൺസിനെ കുറിച്ച് പറയാം. ഓക്കെ, സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ caused by formations of low atmospheric pressure at the center. അതായത് വീശുമ്പോ ഓഷൻ, സീ. എക്സാക്ട്ലി. അവിടെ പൊതുവെ ചില സ്പോട്ടുകളിൽ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവും. അങ്ങനെ ആ സ്പോട്ടിലോട്ട് എല്ലാ ഭാഗത്തു നിന്നും കൂടി കാറ്റങ്ങ് ചുഴറ്റി വീശും. Thus causes the cyclone. Low atmospheric pressure at the center surrounded by high pressure. Okay, strong whirlwinds that blows towards in the such low pressure center through surrounding high pressure area. ഒരു സൈഡിൽ കാറ്റില്ല, കുറെ കാറ്റ് കൂടി വന്ന് അവിടെ പോകും, പിന്നെ അവിടെ ചെയ്യാം, പിന്നെ 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 അതേമാതിരി വരും. അങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. Strong whirlwind blows towards in the such low pressure center from the surrounding high pressure area. Due to കൊറിയോളിസ് ഫോഴ്സും കൂടി വരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ സൈഡില് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ,
അതേപോലെ തന്നെ സദേൺ സൈഡില് കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്ട് കാരണം അത് ക്ലോക്ക് വൈസ് വരും. ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നോർത്തിൽ ആന്റി എന്ന് ഓർത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ മോളിൽ ആന്റി എന്ന് ഓർത്ത് വെച്ചാൽ മതി. വേറെ ഒന്നും ഓർത്ത് വെക്കരുത് കൂടുതൽ. ഓക്കെ, നോർത്ത് എന്ന് പറഞ്ഞാൽ മോളിലാണെന്ന് അറിയാം. മോളിൽ ആന്റി അല്ലെങ്കിൽ നോർത്ത് ആന്റി എന്ന് മാത്രം ഓർത്താൽ മതി. ക്ലിയർ ആണോ? അതായത് മുകളിൽ ആന്റി ക്ലോക്ക് വൈസിലും താഴെ ക്ലോക്ക് വൈസിലുമാണ് വി ഷാർപ്പ്. അത് ഓക്കെ. ക്ലിയർ ആണോ? സൈക്ലോൺസിന്റെ കഥയാണ് പറഞ്ഞത്. സൈക്ലോൺ വീശുന്ന രീതി. സൈക്ലോൺസ് കോസ്ഡ് ബൈ ദ ഫോർമേഷൻസ് ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദ സെന്റർ സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹൈ ഏരിയയിൽ നിന്ന് ലോ ഏരിയയിലേക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. രണ്ട് രീതിയിലാണ് വീശ. മുകളില് ആന്റി പത്രം മാത്രം ഓർത്ത് വെക്കാം. പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. സൗത്തിൽ പിന്നെ ക്ലോക്ക് വൈസ് ആണല്ലോ. അങ്ങനെ വേണം ബ്രെയിനെ പഠിപ്പിക്കാൻ. അല്ലാണ്ട് ബ്രെയിനെ രണ്ടും കൂടി പഠിപ്പിച്ച് കൺഫ്യൂഷൻ ആക്കി വിടരുത്. നോർത്തേൺ ഹെമിസ്ഫിയർ ആന്റി ക്ലോക്ക് വൈസ്, നോർത്തേൺ ഹെമിസ്ഫിയർ ആന്റി ക്ലോക്ക് വൈസ്, സദേൺ ഹെമിസ്ഫിയർ ക്ലോക്ക് വൈസ്, സദേൺ ഹെമിസ്ഫിയർ ക്ലോക്ക് വൈസ് പഠിച്ചിട്ടുണ്ട്. അവിടെ എത്തി. ഓക്കെ, അവിടെ എത്തിയത് ആകെ എന്തോ ഓർമ്മയുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ ഇരുന്നിട്ട് ആപ്പിൾ ഓറഞ്ച് 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 എന്തോ പറഞ്ഞു ഞാൻ ഓർത്ത് വെച്ചിട്ട് പോകും. ഇങ്ങനെ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആകരുത്. എപ്പോഴും പഠിക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ മാറും. അപ്പം ആന്റി ക്ലോക്ക് വൈസ് എന്ന് മാത്രം, അതായത് നോർത്തിൽ ആന്റി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, അയ്യോ ഇത് കൺഫ്യൂസ്ഡ് ആയി പോയല്ലോ എന്ന്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ഡ്യൂ ടു കൊറിയോളിസ് എഫക്ട് വിൻഡ്സ് ഫ്ലോസ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ്. അതൊക്കെ നിങ്ങൾ അറിയുമെന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഓക്കെ, ഇനി അതുപോലെ തന്നെ സൈക്ലോൺസ് കോസസ് എക്സസീവ് ഡാമേജ്. ദുരന്തമാണ്, ഡാമേജ് ഉണ്ടാവും. ഓക്കെ, ഓക്കി സൈക്ലോണിക് വിൻഡ്സ് ദാറ്റ് സ്ട്രക്സ് ദിസ് കേരള ലക്ഷദ്വീപ് ഡ്യൂറിംഗ് നവംബർ 2017. നിങ്ങൾക്കറിയാം ഓക്കിനെ കുറിച്ച്. ദിസ് വാസ് എ ട്രോപ്പിക്കൽ സൈക്ലോൺ. ഓക്കെ, ഇതൊരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ഭാഗങ്ങൾ. ട്രോപ്പിക്കൽ സോൺ എന്ന് പറഞ്ഞാൽ ഏതാ? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ഇക്വേറ്ററിന്റെയും ഇടയിലുള്ള റീജിയനാണ് ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടങ്ങളിൽ വീശുന്ന കാറ്റിനെയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അതായത് ഇന്ത്യയൊക്കെ കിടക്കുന്ന സ്ഥലത്ത്, ഇന്ത്യയിലൊക്കെ വീശുന്ന കാറ്റാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ഓക്കെ, എക്സ്പെഷ്യലി ഇൻ ഇന്ത്യൻ ഓഷൻ. ഓക്കെ. അപ്പോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ നോക്കേണ്ടത് ആന്റി സൈക്ലോൺസ്. ആന്റി സൈക്ലോൺസ് ആർ phenomena for stronger winds blows from high pressure center to surrounding low pressure. High pressure center to surrounding low pressure. That means it flows from this high pressure center in such a way that ഇവിടെ എന്താണ്, നേരെ തിരിച്ച് നോർത്തില് ക്ലോക്കും സൗത്തിൽ ആന്റിയാണ്. അപ്പൊ ഇത് പഠിക്കണ്ട, ഇത് പഠിക്കണ്ടെന്ന് മനസ്സിലായി? പഠിക്കണ്ട, കാരണം ഇത് പഠിച്ച കൺഫ്യൂഷൻ ആവും. മനസ്സിലായി? ഇതും പഠിച്ചിട്ട് പോയാൽ 4 കൂടി പഠിച്ച് കൺഫ്യൂഷൻ ആയി എല്ലാം തെറ്റിക്കും. അത് പഠിക്കാതിരിക്കാം. പക്ഷെ നമ്മുടെ ബ്രെയിനിന് എന്തറിയണം? ഞാൻ ആകെ പഠിച്ചിട്ടുള്ളത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഞാൻ ആദ്യം പഠിച്ചത് നോർത്ത് ലാൻഡിൽ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നോർത്ത് ലാൻഡ് ഇത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് ബ്രെയിൻ പറയണം, തനിയെ ബ്രെയിൻ പറയണം സൗത്തിൽ ക്ലോക്ക് വൈസ് സൈക്ലോൺസിനെ കുറിച്ച് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ആന്റി സൈക്ലോൺസിനെ കുറിച്ച് വലിയ ധാരണയില്ല. ആന്റി സൈക്ലോൺ എനിക്ക് ആകെ അറിയുന്നത് നടുവിന്ന് പുറത്തേക്ക് വീശും, ഇത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോ അതിന് നേരെ ഓപ്പോസിറ്റും ആണ് എന്നാണ് സാറ് പറഞ്ഞത്. അതായത് ക്ലോക്ക് മീൻസ് സൈക്ലോണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആ ഓപ്പോസിറ്റ് എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്യും. നോർത്തിൽ ക്ലോക്കാണ്, നേരെ തിരിച്ച് സൗത്തിൽ ആന്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ വേണം ബ്രെയിനിനെ പഠിപ്പിക്കാൻ. ഇല്ലാണ്ട് നിങ്ങൾ ആപ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡ്യൂ ടു കൊറിയോളിസ് ഇഫക്ട് പാറ്റേൺസ് ഓഫ് ദ വിൻഡ് ഇൻ ദ ആന്റി
സൈക്ലോൺസ് ഇൻ ദ അതിനെ കുറിച്ച് വിട്. അത് വായിക്കാൻ നിൽക്കണ്ട, വായിച്ച് കൺഫ്യൂഷൻ ആവും വേണ്ട. നോർത്തിൽ ആന്റി എന്ന് മാത്രം ഓർത്ത് വെക്കുക. അത് വെച്ചിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആന്റി സൈക്ലോൺ എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ഈ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. പൊതുവെ നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം, പിന്നെ ഓരോ സ്ഥലങ്ങളിലും വരുമ്പോൾ അതിനനുസരിച്ച് പഠിച്ചു. നമ്മൾ ഇത് മൊത്തത്തിൽ പഠിക്കാൻ നിൽക്കരുത് ഒരിക്കലും. ഈ ചിത്രമൊക്കെ വരച്ച് പഠിക്കാനും ഒന്നും നിൽക്കരുത്. നമ്മൾ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന വലിയ മണ്ടത്തരം. കാരണം നമുക്കിത് എന്താണ് 4 ഓപ്ഷനും തന്നിട്ട് പല രീതിയിൽ കൺഫ്യൂഷൻ ആക്കി വിട്ടാൽ നമ്മൾ പഠിച്ചൊക്കെ വേസ്റ്റ്. സോ സൈക്ലോൺസ് എന്ന് പഠിക്കുന്നു. ദെൻ സൈക്ലോൺസ് എന്താ 2 ടൈപ്പ് ഉണ്ട്. മീൻസ് ഒന്ന് വെറും സൈക്ലോൺസും പിന്നെ ആന്റി സൈക്ലോൺസും. സൈക്ലോൺസിനെ കുറിച്ച് ഞാൻ വായിച്ചത്, സൈക്ലോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ലോ പ്രഷർ, അതായത് അകത്തേക്ക് വീശുന്നതിനെയാണ് സൈക്ലോൺസ് എന്ന് പറയുന്നു എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആന്റി സൈക്ലോൺ നേരെ തിരിച്ചാണ്, അകത്തുനിന്ന് പുറത്തേക്ക് വീശുന്നു എന്നുള്ളത്. ഇത്രയും കാര്യം ഒരു കോമൺ സെൻസിൽ ഓർത്ത് വെക്കും. ദെൻ സൈക്ലോൺസിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സൈക്ലോൺസിനെ കുറിച്ച് മാത്രം നോർത്തിലെ ആന്റി എന്ന് മാത്രം നമ്മൾ ഓർത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നു നോർത്തിലെ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ സൈക്ലോൺസ് സ്വാഭാവികമായിട്ടും സൗത്തിൽ ക്ലോക്ക് വൈസ് ആണല്ലോ. അതെ ക്ലോക്ക് വൈസ്. പിന്നെ ആന്റി സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സൈക്ലോൺസിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോ അത് വീശുന്നത് മീൻസ് അകത്തുനിന്ന് പുറത്തേക്കുമാണ്. അതേപോലെ തന്നെ സൈക്ലോൺസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുമ്പോൾ നോർത്തിൽ ആന്റി ആയിരുന്നു, അപ്പൊ ഇവിടെ ക്ലോക്ക് വൈസ് ആയിരിക്കും, താഴെ ആന്റി ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി തീർന്നു. പിന്നെ സൈക്ലോൺസ് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സൈക്ലോൺസ് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് മാത്രം നോക്കി വയ്ക്കാം. വേരിയബിൾ വിൻഡിൽ വരുന്നതാണ് സൈക്ലോൺസ്, അതുപോലെ തന്നെ ആന്റി സൈക്ലോൺസ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇതെന്താ സ്പെല്ലിംഗ് തെറ്റാണല്ലോ? സൈക്ലോൺസ്. ഓക്കെ, ബൈ. ക്ലാസ് കഴിഞ്ഞോ? ബൈ ബൈ. ഓക്കെ, അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ബൈ.